ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷമാണ് കേരളമെന്നാണ് സർക്കാർ രേഖകളിൽ പോലും ഉള്ളത്. എന്നാൽ ഭിന്നശേഷിക്കാർ അത്രയേറെ സൗഹൃദമാണോ ഇവിടെ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഭിന്നശേഷിക്കാരോട് തന്നെ ചോദിച്ചറിയാം. രാജീവേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. രാജീവേട്ട, നമസ്കാരം. കേരളം ഒരു ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ടോ? കേരളം ഭിന്നശേഷി സൗഹൃദമാണ് എന്ന് പറയുമ്പോഴൊപ്പം ഭിന്നശേഷി സൗഹൃദമല്ല, പൂർണ്ണമല്ലെന്ന് ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വഴിയോരങ്ങളിൽ പൊതു ഇടങ്ങളിൽ പോലും ഭിന്നശേഷി സൗഹൃദ പാതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റാമ്പ് വെക്കുമ്പോൾ അവിടെ പോലും ടൂ വീലറിനെ നിയന്ത്രിക്കാനാണെന്ന് പറഞ്ഞ് കുട്ടികളിട്ടുണ്ട്. അവിടെയും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് എന്നും നമ്മൾ പറയുന്ന ഇടങ്ങളെല്ലാം അവിടെ ചെല്ലുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ വീൽ ചെയർ ഫ്രണ്ട്ലി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണെന്ന്. കാരണം അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരു കുത്തനെയുള്ള ഒരു സ്റ്റോപ്പ്, അതൊന്നും ഞങ്ങൾ കയറുമ്പോൾ 4 ആളുടെ സഹായം വേണം ചിലപ്പോൾ കയറണമെങ്കിൽ. ഇവിടുത്തെ വാക്ക് വേ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചിരിക്കും. ഒരു റാമ്പ് എങ്ങനെയാണ്, ഒരാൾ വീൽ ചെയറിൽ കയറേണ്ടത് എങ്ങനെയാണ്, ആ വാക്ക് വേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വാക്ക് വേയിലേക്ക് കയറണമെങ്കിൽ തന്നെ 2 പേര് നമ്മുടെ പരസഹായം ഇല്ലാതെ ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ പോലും കയറണില്ല. ഇവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, എന്ത് ചെയ്യും? ഇവിടെ എവിടെയാണ് ഭിന്നശേഷി സൗഹൃദമായ ടോയ്ലറ്റ് സംവിധാനം? ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറയുന്ന ഈ സർക്കാർ ആശുപത്രി പോലും ഭിന്നശേഷിക്കാരുടെ ടോയ്ലറ്റ് സംവിധാനത്തിൽ പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ യോഗങ്ങൾ വിളിക്കുന്നത് പോലും ഭിന്നശേഷിക്ക് കയറി വരാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ്. അത്രമാത്രം അവർക്ക് ലാഘവബുദ്ധിയുള്ളു. പൊതുഗതാഗതം മാറിയില്ലെങ്കിൽ എത്ര ഭിന്നശേഷി സൗഹൃദമുണ്ടെന്ന് പറഞ്ഞാലും ഇവരവിടെ ചെയ്തിടുകയെന്ന് മാത്രമേ ഉള്ളൂ. മുഖാമുഖം പരിപാടികളിൽ നിന്നുള്ള വിശ്വാസം വരണമെങ്കിൽ അതിൻ്റെ നടപ്പിലാക്കാനുള്ള പദ്ധതി കൃത്യമായി ഉണ്ടാകണം. 140 നിയോജക മണ്ഡലത്തിലും ഇതേപോലെയുള്ള റിക്വസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നവകേരള സദസ്സിൽ പരാതി പരാതിയുണ്ട്. ഇതേ പരാതികൾ തന്നെയാണ് നവകേരള സദസ്സിൽ നിരന്തരം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മറുപടിയൊക്കെ എന്താ? മറുപടി അത് പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഈ വകുപ്പിലേക്ക് കത്ത് കൊടുക്കണമല്ലോ. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നവകേരള സദസ്സിലെ 140 മണ്ഡലങ്ങളിലും ഭിന്നശേഷിക്കാരുടെ പരാതി പ്രളയമായിരുന്നു. എന്നാൽ ആ പരാതികളെല്ലാം വിവിധ വകുപ്പുകളിലേക്ക് അയച്ച് നിങ്ങൾ തടിതപ്പി. ഈ കാണുന്ന മുഖാമുഖം പരിപാടിയിലും ചില നിർദ്ദേശങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. അവിടെയെങ്കിലും ഇവരുടെ പ്രതീക്ഷ കാക്കണം. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.